ആദ്യേട്ടാ, നമുക്കും ഇറങ്ങിയാലോ? കാശി എല്ലാവരെയും കൂട്ടി പോയ ഉടനെ തന്നെ അവന്റെ അരികിൽ വന്നിരുന്ന് സോണി ചോദിച്ചു. നമുക്ക് മാത്രം ആരുമില്ല അല്ലേടി? ഒരിക്കൽ എല്ലാവർക്കും മുന്നിൽ രാജകുമാരനെ പോലെ ജീവിച്ചിട്ട് ഇന്ന് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു. ആദിക്ക് എന്തൊക്കെയോ ഓർത്ത് സങ്കടം വന്നുപോയി. പണ്ട് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം ചേർന്ന് ആ പാവം മനുഷ്യനെ നിങ്ങളും ഒറ്റപ്പെടുത്തിയിട്ടില്ലേ ആദ്യേട്ടാ? ആരെന്തൊക്കെ പറഞ്ഞു തന്നിട്ടായാലും കാശിയേട്ടൻ നിങ്ങളുടെ ഏട്ടനാണ് എന്ന് മറ്റാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു താങ്ങ് ആവശ്യമുണ്ടായിരുന്ന ഏതേലും നേരത്ത് നിങ്ങളൊന്ന് ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ആ മനുഷ്യേട്ടനൊപ്പം കാശിയേട്ടൻ നിങ്ങളെയും ചേർത്ത് പിടിക്കുമായിരുന്നു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ ഒറ്റപ്പെടലുകളൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് നേടിത്തന്ന സൗഭാഗ്യങ്ങളാണ്. ഇനി ഇവിടെ അതും ആലോചിച്ചിരിക്കാതെ എഴുന്നേറ്റ് വരാൻ നോക്ക്. നമുക്ക് പോകാം. അവൻ അരികിൽ നിന്ന് എഴുന്നേറ്റ് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നടന്നുകൊണ്ട് സോണി പറഞ്ഞു. എന്താ എൻ്റെ കാശിക്ക് അറിയാനുള്ളത്? ചോദിച്ചോ, അമ്മ പറഞ്ഞോളാം. അനന്തന്റെ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടും എങ്ങോട്ടും മാറാതെ അമ്മയുടെ തലമുകളിൽ തൊട്ടു നോക്കിയും കവിളിൽ തലോടിയും ഒക്കെ തനിക്ക് അരികിൽ ചേർന്നിരിക്കുന്നവനെ നോക്കി പൊട്ടി വന്ന ചിരിയടക്കി ചോദിച്ചു അരുന്ധതി. അതമ്മേ, അമ്മ ഇന്ന് ആ ഹേമയോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അവരുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കാശി തിരക്കി. പറഞ്ഞതും ചെയ്തതും ഓർമ്മയില്ലാതെയാവാൻ എന്താ? ഇപ്പോൾ കുറച്ചു നേരം ആയതല്ലേ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട്. അതുകൊണ്ട് അവിടെ പറഞ്ഞതും ചെയ്തതുമൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അവൻ ചോദിച്ചു വരുന്നത് എന്താണ് എന്ന് മനസ്സിലായ അരുന്ധതി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. അമ്മേ, അമ്മയ്ക്ക് അറിയാമായിരുന്നോ ആ ഹേമ അമ്മയോട് ചെയ്ത ചതിയെക്കുറിച്ച്? വിറയ്ക്കുന്ന ശബ്ദത്തിൽ കാശി ചോദിക്കുമ്പോൾ അവരോട് ചേർന്നിരുന്നു മനുവും. പെണ്ണുങ്ങൾ രണ്ടും സങ്കടത്തോടെ ആ അമ്മയെയും മക്കളെയും നോക്കി. ശിവദാസനാവട്ടെ കണ്ണനെയും കൊണ്ട് അവർക്ക് അടുത്തു വന്നിരുന്നു. ഐഷുമ്മ പറഞ്ഞു തന്നിരുന്നു. ആശ്രമത്തിലെ സ്വാമി പറഞ്ഞിരുന്നത്രേ എന്നോട് ആ കാര്യം പറയണ്ട എന്ന്. എൻ്റെ മനസ്സ് തകർന്നു പോകുമെന്ന്. പക്ഷേ ഞാൻ അത് അറിയണമെന്ന് ഐഷുമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അവരത് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ മനസ്സ് പോലും തകർന്നുപോയി. പക്ഷേ ഐഷുമ്മ വിട്ടില്ല. എന്നെ കൂടെ ഇരുന്ന് എനിക്ക് ധൈര്യം തന്ന് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ നോക്കുമോ അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സഹായിച്ചത് അവരാണ്. ശരിക്കും ഇന്ന് ആ ഹേമയ്ക്ക് 2 തല്ല് കൊടുത്ത് നിർത്തേണ്ടതല്ല. പിന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പരസഹായം വേണ്ടവളെ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്ന് ഓർത്താണ് വെറുതെ വിട്ടത്. പിന്നെ ആ നശിച്ച ഭൂതകാലം പറഞ്ഞു കേട്ടുള്ള അറിവായാൽ പോലും ഇനിയും ഒന്നും ഓർമ്മിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇവനെ ഓർത്തൊരു സങ്കടമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ അച്ചമ്മ തന്നെ ആ സങ്കടവും തീർത്തു. നിങ്ങൾ ഒരച്ഛൻ്റെ മക്കൾ തന്നെയാണ് എന്ന് അവർ പറയാതെ പറഞ്ഞല്ലോ. അരുന്ധതി മക്കളെ 2 ആളെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്ക് അയാളുടെ മകനാണ് എന്ന് പറയാൻ ഒട്ടും ഇഷ്ടമില്ല അമ്മേ. എൻ്റെ അച്ഛൻ ശിവദാസനാണ്. മനു കുഞ്ഞൊരു പിണക്കത്തോടെ അവരോട് പറഞ്ഞു. അതങ്ങനെ തന്നെ മതിയടാ. നീ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. എൻ്റെ ഏട്ടൻ്റെ മോനായിട്ട് അമ്മയ്ക്ക് അത് പറയാൻ അഭിമാനമേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. എനിക്കൊരു സമാധാനത്തിന്. നീ ആ 2 ചെറ്റകളിൽ ആരുടെയും ചോരയല്ല എന്ന് എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് അമ്മ പറഞ്ഞത്. പറഞ്ഞിട്ട് അരുന്ധതി മനുവിൻ്റെ പിണക്കം നിറഞ്ഞ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി. കണ്ണാ, നിന്റെ അച്ഛനെ നോക്കിയടാ. കൊച്ചു പിള്ളേരെ പോലെ ചിണുങ്ങുന്നു. എൻ്റെ കുഞ്ഞിച്ചക്കൻ തന്നെയാണ് മനുവേ നിന്നെക്കാളും ഭേദം. മനുവിൻ്റെ പിണക്കം കാണെ ശിവദാസൻ ചെറു ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ബാക്കിയുള്ളവർ അടക്കി ചിരിച്ചതോടെ മനുവിൻ്റെ മുഖം കൂടുതൽ വീർത്തു. എത്ര ദിവസമായ എൻ്റെ അപ്പൂസേ നമ്മൾ ഒരുമിച്ചിങ്ങനെ വീട്ടിലിരുന്നിട്ട്? വൈകിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് അപ്പൂൻ്റെ അരികിലായി സ്ലാബിൽ കയറി ഇരുന്നു കൊണ്ട് കാശി പറഞ്ഞു. അതിപ്പോൾ ഓരോ തിരക്കുകൾ പെട്ടത് കൊണ്ടല്ലേ? തിളച്ച പാലിലേക്ക് തേയില ഇട്ടുകൊണ്ട് അപ്പു പറഞ്ഞു. അതാണ്. എന്നാലും ഒരാഴ്ചയോളം ആയില്ലേ നമുക്ക് മാത്രമായിട്ട് കുറച്ച് സമയം കിട്ടിയിട്ട്? അരിച്ചൊഴിച്ച് എടുത്ത ചായ പഞ്ചസാര ചേർത്ത് ഇളക്കുന്ന അപ്പൂൻ്റെ കവിളിൽ തലോടി പറഞ്ഞു കാശി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാശിയേട്ടൻ പോയ കാര്യം എന്തായി? ആളെ കണ്ടോ? കാശിയേട്ടൻ ഇഷ്ടമായോ? അപ്പു ആകാംക്ഷയോടെ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. ആളെ കണ്ടു. എനിക്കിഷ്ടമായി. എന്നെയും ഇഷ്ടമായി. അടുത്തൊരു ദിവസം ആളെങ്ങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാശി അവൾ ഒഴിച്ചു വെച്ച ചായ എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ പറയുന്നത് മുഖത്തെ നാണവും ചിരിയും ഒക്കെ കണ്ടാൽ കാശിയേട്ടനെ പെണ്ണ് കാണാൻ വരുന്നത് പോലെ ഉണ്ടല്ലോ. അവൻ്റെ ഭാഗം കണ്ട് കണ്ണ് കോർപ്പിച്ചു നോക്കി കളിയാക്കി ചിരിച്ചു അപ്പു. എന്നെ കാണാൻ വരുന്നുവെങ്കിൽ എങ്ങനെയാടി പെണ്ണ് കാണലാകുന്നത്? അത് ആണ് കാണലല്ലേ? ചുണ്ട് അകത്തേക്ക് മടക്കി ചിരി അടക്കി പിടിച്ചു നാണം അഭിനയിച്ചു കാശി പെണ്ണിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ചോദിച്ചു. പോ അവിടുന്ന്. അല്ലെങ്കിൽ കാശിയേട്ടന് എന്നെ കളിയാക്കാൻ ഈയിടെയായിട്ട് ഭയങ്കര മിടുക്കാണ്. അവൻ്റെ അടുത്ത് നിന്ന് ഒരൽപ്പം മാറി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഇങ്ങ് വാടി പെണ്ണെ. അവൾ മുഖവും കയറ്റി പിടിച്ച് നിൽക്കുക. അപ്പുവിനെ വലിച്ച് അടുത്തിരുത്തിയിട്ട് കാശി പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ചോദിച്ചതിന് മറുപടി മര്യാദയ്ക്ക് പറഞ്ഞേ കേൾക്കട്ടെ. അപ്പു അവനരികിലേക്ക് അല്പം കൂടെ ഒട്ടിയിരുന്നു കൊണ്ട് തിരക്കി.
ഞാനും മനുവും കൂടെ അവിടെ ചെല്ലുമ്പോൾ ആൾ പനി പിടിച്ച് കിടപ്പായിരുന്നപ്പോൾ. ഒറ്റയ്ക്കല്ലേ, കൂടെ ആരുമില്ലല്ലോ. ഞങ്ങളാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത്. മനുവിന് ഓർമ്മ വച്ച കാലം മുതൽ ആളെ അറിയാം. ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അങ്കിളും മനുവും പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യൻ. നല്ല സ്നേഹത്തോടെയാണ് ഞങ്ങളോട് ഇടപെട്ടതൊക്കെ. ഞങ്ങൾ അമ്മയെപ്പറ്റി പറയുമ്പോൾ ആ മുഖത്തെ സന്തോഷവും കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രണയവും ഒക്കെ കാണണം. എൻ്റെ അമ്മയ്ക്ക് നഷ്ടമായ ജീവിതം അതെനിക്ക് തിരികെ കൊടുക്കണം അപ്പൂ. ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആ മനുഷ്യൻ ഈ കാലം അത്രയും ജീവിച്ചത് എൻ്റെ അമ്മയോടുള്ള പ്രണയം ഒന്നുകൊണ്ട് മാത്രമല്ലേ. ആ പ്രണയം ആ മനുഷ്യന് നേടിക്കൊടുക്കുന്നതിലൂടെ എൻ്റെ അമ്മയും ശരിയായ പ്രണയം എന്തെന്ന് അറിയണം. അതും ആ ഹേമയ്ക്കും അവരുടെ ഭർത്താവിന് മുന്നിൽ എൻ്റെ അമ്മ സന്തോഷത്തോടെ ജീവിക്കണം. അതെൻ്റെ വാശി കൂടിയാണ്. അതിയായ സന്തോഷത്തോടെ അതിലേറെ വാശിയോടുകൂടി കാശി പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ അമ്മായി സമ്മതിക്കുമോ കാശിയേട്ടാ? ഓടിപ്പോയി ആ മനുഷ്യന് മോഹം കൊടുക്കുകയും ചെയ്തു. അപ്പു ആശങ്കയോടെ അവനോട് തിരക്കി. അതിന് അമ്മയ്ക്ക് കല്യാണം ആലോചിച്ചു പോയതാണ് എന്നൊന്നും ഞാൻ ആളോട് പറഞ്ഞില്ല. വെറുതെ ഞങ്ങൾ കാണാൻ ചെന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. കാശി അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ആളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ കാശിയേട്ടാ? അതൊക്കെ അങ്കിൾ അപ്പപ്പോ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഏറ്റവും ഒടുവിൽ ഹേമയുടെ മുഖത്ത് അടിച്ചതുവരെ ആൾക്കറിയാം. കാശി അപ്പുവിൻ്റെ കവളിൽ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. അല്ല കാശിയേട്ടാ, എല്ലാം പറഞ്ഞു. ആളുടെ പേരും ജോലിയും പറഞ്ഞില്ലല്ലോ. അപ്പു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. പേര് സേതുമാധവൻ, ജോലി അധ്യാപകനാണ്. സ്വന്തമെന്ന് പറയാൻ ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി മകൻ്റെ ഫാമിലിക്കൊപ്പം പൂനെയിലാണ്. പിന്നെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യാറായി. ഇപ്പോൾ ജോലി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. താമസം സ്കൂളിനടുത്ത് തന്നെയുള്ള സ്വന്തം വീട്ടിൽ. കല്യാണം കഴിഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ വന്ന് സ്ഥിരതാമസമാക്കാൻ പറയണം ആളോട്. ഇനി ഒരകൽച്ച വേണ്ട. എല്ലാവരും എന്നും കാണാൻ പാകത്തിന് തന്നെ ഉണ്ടാവട്ടെ. അതല്ലേ എൻ്റെ അപ്പൂട്ടാ നല്ലത്. മെല്ലെ എഴുന്നേറ്റ് ഉടുത്തിരുന്ന കാവിമുണ്ട് മടക്കി കുത്തിക്കൊണ്ട് കാശി ചോദിച്ചു. അപ്പോ അവൻ പറഞ്ഞതൊക്കെ ആലോചിച്ചുകൊണ്ട് നേർമയിലൊന്നും മൂളി. എന്നാ പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ ആയിട്ട് നമ്മൾ മാറ്റിവെച്ചിരുന്നത് കാര്യത്തിലേക്ക് കടന്നാലോ അപ്പൂട്ടാ? ചിരിയോടെ ചോദിച്ചുകൊണ്ട് കാശി അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ പൊട്ടിച്ചിരിയും ഇരുവരുടെയും കിതപ്പും കുറുകലും ആ മുറിക്കുള്ളിൽ നിറഞ്ഞു. ഞാനിനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ കാശി? അച്ഛൻ്റെ കാര്യത്തിൽ ആകാശിനൊപ്പമോ അതിൽ കൂടുതലോ നിങ്ങൾ ഓടി നടക്കുന്നുണ്ടോ എങ്കിലും ആചാരപ്രകാരം കല്യാണം വിളി എന്ന നിലയിൽ വന്നതാണ് ഞങ്ങൾ. അച്ഛൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ് ആകാശും രാധയും. മാമി ഞങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിക്കൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങ് എത്തിക്കൊള്ളാം അല്ലേ കാശിയേട്ടാ? അവർക്കുള്ള ചായയുമായി വന്ന അപ്പു ചിരിയോടെ അവനോട് ചോദിച്ചു. ഞങ്ങൾ വന്നോളാം മാമി. അച്ചു ഞങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അബിയും. അപ്പോൾ അവിടെയും ഒഴിവാകാൻ പറ്റില്ല എങ്കിലും രണ്ടിടത്തും ഞങ്ങളുണ്ടാകും. അത് മതി. അവിടെയും പോകാതെ പറ്റില്ലല്ലോ, അമൽ ഒരു ചിരിയോടെ പറഞ്ഞു. പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട് മോളെ? അവിടെ ഒരുത്തി കല്യാണം കഴിഞ്ഞാൽ ഇനി പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചായ കുടിച്ചു പോകാൻ എഴുന്നേറ്റുകൊണ്ട് രാധ പറഞ്ഞു. എക്സാമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മാമി. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ. പിന്നെ അച്ചു എന്നോടും പറഞ്ഞു ഇനി പഠിക്കുന്നില്ല എന്ന്. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിയട്ടെ, എന്നിട്ട് റിസൾട്ട് എങ്ങനെയെന്ന് നോക്കിയിട്ട് അവളെയും കൂടെ പൊക്കിക്കൊണ്ട് പോകാം PGക്ക്. കുറച്ചു മുമ്പ് ഒരു ദിവസം അച്ചു പറഞ്ഞതൊക്കെ ഓർത്ത് കാശിയുടെ കയ്യിൽ തൂങ്ങി നിന്ന് ഒരു ചിരിയോടെ അപ്പു പറഞ്ഞു. ആ പെണ്ണ് പഠിച്ച് ചെറുതെങ്കിലും ഒരു ജോലി ആയിട്ട് മതി കല്യാണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? അബിക്കും നീട്ടിക്കൊണ്ടു പോകുന്നത് താല്പര്യമില്ല, രാധ കുഞ്ഞൊരു സങ്കടത്തോടെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ പഠിക്കാം അമ്മേ. ഇവിടെ ഇവരെ രണ്ടിനെയും നോക്കിക്കേ. ആരുടെയും ഒരു സഹായമില്ലാഞ്ഞിട്ടും അപ്പു പഠിക്കുന്നില്ലേ? ഇതിപ്പോ അച്ചുവിനൊട്ടും താല്പര്യമില്ല, മടി, അതാണ് കാര്യം. ബൈക്കിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആകാശ് പറഞ്ഞു. അതും ശരിയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണേ. നേരത്തെ കാലത്തെ അങ്ങ് പോന്നേക്കണം. ആകാശത്തിന് പിന്നിൽ കയറിയിരുന്നു കൊണ്ട് രാധ പറഞ്ഞു. അപ്പവും കാശിയും ചെറുചിരിയോടെ തലയാട്ടി സമ്മതിച്ചു. എന്നാ പിന്നെ ഇനി യാത്ര പറയുന്നില്ല പറഞ്ഞുകൊണ്ട് ആകാശ് വണ്ടി ഓടിച്ചു പോയി. അങ്കിൾ സംസാരിക്കൂ അമ്മയോട്. എനിക്കെന്തോ ഈ കാര്യം പറയാനൊരു പേടി. സേതുമാധവൻ വരുന്നു എന്ന് അറിഞ്ഞതും കാശിയും മനുവും കൂടെ ശിവദാസന്റെ അടുത്ത് കൂടിയതാണ്. കല്യാണക്കാര്യം അരുന്ധതിയോട് പറയണം, അതാണ് ആവശ്യം. എൻ്റെ പൊന്നു പിള്ളേരെ, ഞാൻ പറയാഞ്ഞിട്ടാണോ? നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു വിവാഹത്തിന് ഒട്ടും സമ്മതമല്ലായിരുന്നു. അതന്ന് അമ്മയ്ക്ക് വയ്യായികയൊക്കെ ഉണ്ടായത് കൊണ്ടാവും മംഗളെ. ശിവദാസൻ പറഞ്ഞതിന് മറുപടിയായി കാശി ആലോചനയോടെ പറഞ്ഞു. അന്നവൾ അസുഖമാണെന്ന് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു ഒഴിഞ്ഞു. എങ്കിൽ ഇന്ന് പറയും, എന്നെക്കാളും വളർന്ന 2 മക്കൾ എനിക്കുണ്ട്. ഞാൻ വയസ്സായി, അതുകൊണ്ട് ഈ ബന്ധമെന്നല്ല ഒരു വിവാഹകാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന്. കൂടെ പിറന്നതല്ലെങ്കിലും അത്രയേറെ അരുന്ധതിയെ അയാൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അമ്മയെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ലേ അച്ഛാ?
വല്ലാത്തൊരു നിരാശയോടെ മനു ചോദിച്ചു. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം, അതേ എനിക്ക് പറയാൻ പറ്റൂ. അച്ഛൻ മുമ്പ് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അമ്മയോട് ആ അങ്കിളിനെ കെട്ടണമെന്ന്? മനു സംശയത്തോടെ ചോദിച്ചു. ഇല്ല, പക്ഷേ സംസാരിച്ചിരുന്നു. അവരെ ഒരുമിച്ചിരുന്നു എങ്കിൽ എന്ന് കൊതിച്ചിരുന്നു. നിനക്ക് 1 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് സേതു ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കാൻ വരുന്നത്. അന്ന് അയാളുടെ അമ്മയും കൂടെയുണ്ട്. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുമ്പോൾ ശാന്തിയെ കാണും. പരസ്പരം കണ്ടാൽ ഒന്ന് ചിരിക്കും എന്നല്ലാതെ അങ്ങനെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു നാൾ സേതുവിൻ്റെ അമ്മയാണ് ചോദിച്ചത് അവരുടെ മകന് ശാന്തിയെ കൊടുക്കാമോ എന്ന്. അന്ന് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മനുവിൻ്റെ കാര്യമൊഴികെ ബാക്കിയൊക്കെ ഞാൻ അമ്മയോടും മകനോടും തുറന്നു പറഞ്ഞിരുന്നു. എല്ലാം കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് ആദ്യമൊരു ഇഷ്ടക്കേട് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ സേതു അവനൊട്ടും പിന്നിലേക്ക് പോയില്ല. അവനെന്തോ ശാന്തി എന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്ത് പോലെയായിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീട് അവൻ്റെ അമ്മ സമ്മതിച്ചുവെങ്കിലും അന്നും പിന്നീട് എന്നും നിങ്ങളുടെ അമ്മ അമ്പിനും വില്ലിനും അടുത്തില്ല. പിന്നെ ഞാനും അത് പറയാതെയായി. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ സേതു വിളിക്കും ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും വിശേഷം തിരകെയറിയും. കുറേയൊക്കെ നിനക്കും അറിയില്ലേ മനു? അങ്കിൾ അവിടുന്ന് പോന്ന ശേഷം പിന്നെ അമ്മയെ സേതു അങ്കിൾ കണ്ടിട്ടില്ല. ഇവൻ്റെ അമ്മ പോയപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു. അന്ന് കണ്ടതാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അയാൾ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടൻ എന്ത് തോന്നുന്നു? അമ്മ സമ്മതിക്കുമോ? മനുവിൻ്റെ ആ ചോദ്യം കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ ആലോചനയോടെ നെറ്റിയിൽ വിരലുണ്ടെന്ന് കോറി കാശി. നമുക്ക് നോക്കാമെടാ. ആദ്യം അങ്കിൾ ഒന്ന് സംസാരിക്ക്, പിന്നെ ഞങ്ങളും പറയാം. ഏറ്റവും ഒടുവിൽ നമുക്ക് അപ്പുവിൻ്റെ ഐഷുമുച്ചിയെ കൊണ്ടുവരാം. കാശിയുടെ ആ മറുപടിയിൽ മനുവിൻ്റെ നിരാശ നിറഞ്ഞ മുഖത്തൊരു തെളിച്ചം വന്നു. എല്ലാം നന്നായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെടാ പിള്ളേരെ. ശിവദാസനും മനസ്സ് നിറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ ഇതെന്തൊക്കെയാണ് പറയുന്നത്? എനിക്കിനി ഈ പ്രായത്തിൽ ഒരു വിവാഹം? ഏട്ടൻ എൻ്റെ മക്കളെ മറന്നുപോയോ? അവരെന്നെക്കാട്ടിലും വലുതായി കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്നിടത്ത് ഞാനൊരു കല്യാണം കഴിക്കണം എന്ന് പറയാൻ ഏട്ടൻ എങ്ങനെ തോന്നി? ശിവദാസൻ വിവാഹകാര്യം പറഞ്ഞ സങ്കടത്തോടെയും അല്പം ദേഷ്യത്തോടെയുമാണ് അരുന്ധതി ചോദിച്ചത്. അങ്കിളിന് മാത്രമല്ലമ്മേ, ഞങ്ങളുടെ അമ്മ ഒരു നല്ല ജീവിതം ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം. ഞങ്ങളുടെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ട് മാത്രം ഇന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ മനുഷ്യനെ അമ്മ ഇനിയെങ്കിലും കണ്ണു തുറന്നൊന്ന് നോക്കണം. അവരുടെ വർത്തമാനം കേട്ട് വന്ന കാശി അവർക്കടുത്തേക്ക് ഇരുന്ന് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കത് സമ്മതമല്ല കാശിയെ. അങ്ങനെ ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചുവെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏട്ടൻ അത് നടത്തി തരുമായിരുന്നു. എനിക്കത് താല്പര്യമില്ലാഞ്ഞിട്ടാണ്, അരുന്ധതി മുഷിപ്പോടെ പറഞ്ഞു. പിന്നെ ഇനിയുള്ള കാലം മുഴുവൻ അമ്മ ഒറ്റയ്ക്ക് കഴിയുമോ? അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച ഓരോരുത്തരുടെയും മുന്നിൽ അമ്മ സേതു അങ്കിളിനൊപ്പം കുടുംബമായി ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒട്ടൊരു വാശിയോടെ കാശി പറഞ്ഞു. നിങ്ങൾ 2 മക്കളും നിങ്ങളുടെ കുടുംബവും കുഞ്ഞുങ്ങളും പിന്നെ എൻ്റെ ഏട്ടനും ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാവും കാശി? അവൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അരുന്ധതി ചോദിച്ചു. അങ്ങനെയല്ലമ്മേ, ഞങ്ങൾ മരുമക്കളും മക്കളും കൊച്ചുമക്കളും പിന്നെ അങ്കിളും ഒക്കെ അമ്മയ്ക്കുണ്ട്. പക്ഷേ അമ്മയ്ക്ക് സ്നേഹിച്ചു പോയത് കൊണ്ട് ഇനി ഒരാളെ സ്നേഹിക്കാൻ കഴിയാതെ ഇന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ മനുഷ്യനെ അമ്മ ഒന്ന് ഓർത്തു നോക്കിക്കേ. പാവമല്ലേ അമ്മേ? കാശി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു. പണ്ട് അമ്മ സമ്മതിക്കാതെ ഇരുന്നതിന് ഒരു ന്യായമുണ്ട്. ഒന്ന് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല, എന്ത് കാര്യം ചെയ്യാനും ഒരാളുടെ സഹായം വേണം എന്നൊക്കെ അതിന് കാര്യം പറയാം. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്കൊരു കുഴപ്പവുമില്ല. ഇനിയും അങ്കിളിനെ കണ്ടില്ലെന്ന് നടിക്കല്ലേ അമ്മേ? മനു അവരുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അതൊന്നും നടക്കില്ലെന്ന പോലെ നിറമിഴിയോടെ തല വിലങ്ങനെ ആട്ടി അരുന്ധതി. കാശേട്ടൻ വിഷമിക്കേണ്ട, അമ്മായിയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അരുന്ധതി കല്യാണത്തിന് സമ്മതിക്കില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന കാശിയുടെ അടുത്ത് ഫോണുമായി വന്നിരുന്നിട്ട് അപ്പു പറഞ്ഞു. എന്ത് വഴി? ഞങ്ങൾ ഇത്രയും പേരും പല വഴി നോക്കിയിട്ട് ഒന്നും നടന്നില്ല. പിന്നെന്ത് വഴി? കാശി അപ്പുവിൻ്റെ മടിയിലേക്ക് ചാഞ്ഞുകൊണ്ട് തിരക്കി. ഞാനിപ്പോൾ ഐഷുമ്മച്ചിയാണ് വിളിച്ചത്. കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറയുക, അമ്മയെ കല്യാണത്തിന് സമ്മതിക്കുന്ന കാര്യം ഐഷുമ്മച്ചി നോക്കിക്കൊള്ളാം, നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളാം. സന്തോഷത്തോടെ അവൻ്റെ തലമുടിക്കിടയിൽ വിരലോടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അപ്പോൾ അത് നടക്കും അല്ലേടി? കാശി അവളുടെ ചിരിച്ച മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തിരക്കി. നടക്കും. എൻ്റെ കാശിയേട്ടൻ എന്താഗ്രഹിച്ചോ അതുപോലെ നടക്കും. അമ്മായി ആ അങ്കിളിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മൾ കാണും. ഇനി എൻ്റെ കാശിക്കുട്ടൻ ഒന്ന് ചിരിച്ചേ. ഈ മുഖത്തെ ചിരി കണ്ടാൽ മതി ഈ അർപ്പിതയ്ക്ക്. അവൻ്റെ കവളിൽ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അപ്പു പറഞ്ഞു. അർപ്പിത വേണ്ട, കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ മതി. പറഞ്ഞുകൊണ്ട് കാശി സന്തോഷത്തോടെ അപ്പുവിൻ്റെ വയറിൽ മുഖം പൂഴ്ത്തി കിടന്നു.